ഹായ് ഫ്രണ്ട്സ്, അലിയൻസ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞങ്ങളിന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക്. ഇന്നൊരു സ്പെഷ്യൽ സാധനമാണ്. എന്താണെന്ന് ചോദിച്ചാൽ പറയട്ടെ? പറഞ്ഞോളൂ. കപ്പ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പാത്രം വെക്കുകയാണ്. നമ്മൾ ഇതിനായിട്ടൊരു ഉരുളി ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ മേടിച്ചിരിക്കുന്നത് 2 കിലോ എല്ലാണ്. അതിനുശേഷം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ കുറച്ച് ഉപ്പ് അധികം ഇടണ്ട, പാകത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേകാനായിട്ട് വെക്കാം. ഇതിൽ നമുക്ക് ഈ ഇറച്ചി എല്ലും ഒക്കെ വേകാനായിട്ട് ഏകദേശം ഒരു 40 മിനിറ്റോളം എടുക്കും. നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി നോക്കണം, കാരണം അടിക്കൊന്നും പിടിക്കാതിരിക്കാനാണ്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതിനായിട്ടൊരു 3/4 കിലോ സവോളയും ഒരു 2 പച്ചമുളകും കുറച്ച് കരിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ല്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരും. നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള അടുത്ത സാധനം വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റാണ്. ആദ്യം നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. രണ്ടും ഇട്ടതിന് ശേഷം നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു തക്കാളിക്ക ഇവിടെ അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള മസാലകളൊക്കെ നമുക്ക് ചേർത്ത് തുടങ്ങാം. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു തവിയോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം നന്നായി അടച്ചു വെച്ച് ഇത് വേകാനായിട്ട് നമുക്ക് വെക്കണം. അപ്പം കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കപ്പ നമ്മൾ വേറെ സെപ്പറേറ്റ് വെക്കുകയാണ് ചെയ്തത്. കപ്പയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഏകദേശം നമ്മൾ 2 കിലോ എല്ല് ഇറച്ചിക്കും 2 കിലോ കപ്പയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. മിക്സിങ്ങിലാണ് കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് സന്ധ്യയായിപ്പോയി, നമ്മൾ വാഴയില വെട്ടാനായിട്ട് പോവുകയാണ്. നമ്മുടെ കപ്പ ബിരിയാണി ഇപ്പോൾ ഇവിടെ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്വാദിഷ്ടമായ കപ്പ ബിരിയാണിയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. വലിയ പീസൊക്കെ എടുക്കില്ല. അടിപൊളിയായിട്ടുണ്ട്. യു ടേസ്റ്റ് മാൻ. സൂപ്പറാണ്. പറഞ്ഞല്ലോ, നല്ല സൂപ്പർ അടിപൊളി കപ്പ ബിരിയാണി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ശ്രമിച്ചാൽ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ബൈ ബൈ. ഹലോ ഗായ്സ്. ഹായ് ഫ്രണ്ട്സ്, അളിയൻസ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതുവർഷത്തിൽ ആദ്യം